അള്ളാഹുവിൻ്റെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് മൻ നജാതു, അള്ളാഹുവിൻ്റെ റസൂല് എന്താണ് വിജയം? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് വിജയം എന്ന് ചോദിച്ചപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് വിജയിക്കാനുള്ള 3 വഴികൾ, 3 മാനദണ്ഡങ്ങൾ, വിജയിക്കാനുള്ള 3 വഴികൾ പഠിപ്പിച്ചു കൊടുത്തു. ഒന്നാമത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അംസിക് അലൈക ലിസാനക, നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കണം. തെറ്റായ സംസാരങ്ങളെ തൊട്ട്, തെറ്റായ വർത്തമാനങ്ങളെ തൊട്ട്, ഖൈറല്ലാത്ത ഒന്നും തന്നെ നീ സംസാരിക്കരുത് എന്ന രീതിയിൽ നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് എന്ന് ഒരു മനുഷ്യനോട് എപ്പോഴും ഉണർത്തുന്നുണ്ട്. ഒരു മനുഷ്യൻ എപ്പോഴും ചിന്തിക്കേണ്ടതുമായ ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടൊരു മനുഷ്യൻ ഖൈറല്ലാത്ത ഒന്നും സംസാരിക്കരുത് എന്നുള്ളത് ആ മനുഷ്യനിക്ക് വിജയിക്കാനുള്ള ഒരു കാരണമാണ്. 2, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, വലിയസഅക ബൈതുക, നിന്റെ വീടിനെ നീ വിശാലമാക്കണമെന്ന് പറഞ്ഞാൽ മഹാന്മാർ ഇതിന് ഒരുപാട് വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. 1, നിന്റെ വീടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ വേണ്ടി സജ്ജമാക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട്, അല്ലാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ട്, അല്ലാഹുവുമായി ബന്ധപ്പെട്ട ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശുഗലിലാകുന്ന ഒരു വീടാക്കി നീ മാറ്റുക എന്നാണ്. അതല്ല, മറ്റൊരർത്ഥം കൂടി ഇത് നൽകുന്നുണ്ട്. നിനക്ക് അല്ലാഹു നൽകിയ നിൻ്റെ ഭാര്യ, നിൻ്റെ മക്കൾ, നിൻ്റെ റിസ്ക്, നിൻ്റെ പാർപ്പിടം, നിൻ്റെ വീട്, നിൻ്റെ എല്ലാവിധ ദുന്യവിയും അല്ലാത്തതുമായ എല്ലാവിധ അനുഗ്രഹങ്ങളും അതിലൊക്കെയും നീ അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് നീ അതിലൊക്കെ തൃപ്തിപ്പെടണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഒരൊറ്റ വലിയ സഅക ബൈതുക എന്ന ഈ ഒരു വാചകത്തിലൂടെ അല്ലാഹുവിൻ്റെ റസൂൽ വിവരിക്കുന്നത് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, മറിച്ച് ദുന്യവിയായ കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ, അഥവാ തനിക്ക് സമ്പത്തുള്ള ആളാണെങ്കിൽ നീ നോക്കേണ്ടത് നിൻ്റെ താഴെയുള്ള ആളുകളിലേക്കാണ്. പടച്ചറബേ, നമുക്കിത്ര സമ്പത്തുണ്ടല്ലോ, നമ്മേക്കാൾ സമ്പത്തില്ലാത്ത ആളുകൾ എത്രയാണെന്ന് താഴെയുള്ള ആളുകളിലേക്ക് നോക്കണമെന്നും, എന്നാൽ ദീനിൻ്റെ വിഷയം നോക്കുമ്പോൾ മുകളിലേക്ക് നോക്കണമെന്നും, അഥവാ എന്നെക്കാൾ അറിവുള്ള ആളുകളുണ്ടല്ലോ, നമ്മളൊന്നും അറിവില്ലാത്തവരാണല്ലോ എന്ന ചിന്ത നമുക്കുണ്ടാകണമെന്നും ഈ ഹദീസിലൂടെ മുഹദ്ദിസീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 3-മതായി വിജയിക്കാനുള്ള മാർഗ്ഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു, വബികി അലാ ഖതിഅതിക, നീ ചെയ്ത പാപങ്ങൾ ആലോചിച്ചുകൊണ്ട്, നിന്റെ ഭാഗത്തുനിന്നും വന്നു പോയ പാപങ്ങൾ ആലോചിച്ചുകൊണ്ട് നീ പൊട്ടിക്കരയണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹു നമുക്ക് ഹദീസിലൂടെ പാഠം ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.